കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ വലിയ തോണിക്കര. ഇവിടെ നിന്നാണ് നമ്മൾ സ്വിമ്മിങ് പ്രാക്ടീസ് നടത്താറുള്ളത്. അല്ല, ഈ ഒഴുക്കിൽ നമ്മളെതിരെ നീന്തുകയാണെങ്കിൽ നമ്മൾ കിലോമീറ്ററുകളോളം നീന്തുന്ന എഫക്റ്റ് കിട്ടുന്നതാണ്. ഇവിടെ നമ്മൾ ഒരു പേടിയും പേടിക്കേണ്ടില്ല. കാരണം ഒന്ന്, നമ്മൾ അതിലെങ്ങനെ വന്നു കഴിഞ്ഞാൽ വേണ്ട, അതിലെങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കാണുന്ന സ്ഥലമല്ല, ഒരു തിരിച്ച് കണ്ടോ, നമ്മൾ അവിടെ നിന്ന് നേരെ നമുക്ക് അതിനെന്ത് ചെയ്യാം, നേരെ കറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. അതുപോലെ അവിടെ പോയി കഴിഞ്ഞാൽ അതിന് മാത്രം ഒഴുക്കൊന്നുമില്ല. ആ കാണുന്ന സ്ഥലത്ത് നമുക്ക് അധികം ഒഴുക്കൊന്നുമില്ല. അവിടെ നമുക്ക് നീന്തി കയറാവുന്നേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിലും അവിടെയൊക്കെ പിടുത്തം കിട്ടുകയും ചെയ്യും. അപ്പോൾ മഴക്കാലങ്ങളിൽ നമുക്ക് വളരെ സേഫായിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ തിരഞ്ഞെടുത്തത് ഇവിടെ. കാരണം നമ്മൾ നേരെ ഇനി അതാ മുകളിൽ നിന്ന് വെള്ളം വരിക നോക്കുക എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ ഇതിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നേരെ ആ കാണുന്ന സ്ഥലത്തേക്ക് കയറാൻ പറ്റും. നേരെ ആ ഒഴുക്കിലേക്ക് അങ്ങോട്ട് നേരെ കയറാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ എല്ലാവരും കമൻ്റ് അടിക്കും, ഒരു സേഫ്റ്റി ഇല്ലാതെയാണ് ഇവിടെ ചെയ്യുന്നതെന്ന്. പക്ഷേ നമ്മൾ 5ാം വയസ്സ് മുതൽ ഇവിടെ പ്രാക്ടീസ് എടുത്ത് കഴിയുന്ന ആളാണ്. അത് വിചാരിച്ച് പുറമേയുള്ള ആളുകൾ വന്നിട്ട് ഒരാളുടെ സഹായം ഇല്ലാതെ, എന്നെപ്പോലെയുള്ള ഏതെങ്കിലും ഗൈഡൻസ് ഇല്ലാതെ ഇവിടെ ചാടി നിന്ന് കഴിഞ്ഞാൽ അപകടം സംഭവിക്കുന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ സ്ഥലം എവിടെയെന്ന് ചോദിച്ചിട്ട് വന്നിട്ട് അപകടത്തിൽപ്പെട്ടാൽ ഞാൻ ഉത്തരവാദിയായിരിക്കുന്നതല്ല. ഓക്കെ, നല്ല സ്വിമ്മിങ് പ്രാക്ടീസുള്ള ആളുകൾ കൂടെ ഇല്ലാതെ ഒരു കാരണവശാലും ഇത്തരം പുഴകളിൽ ഇറങ്ങാൻ പാടില്ല.